ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ താങ്കളെ കാണാൻ വേണ്ടി വന്നങ്ങനെയാണ് സ്ക്രീൻ വൺ മനസ്സിലാണ്ട താങ്കളൻ കുറച്ച് പേരെനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ മക്കളെ, ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നേരെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തോ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തോ. അമ്മാതിരി സാധനം ഒമ്മാതിരി സാധനമാണ്. വിക്രം ഇസ് ബാക്ക്. എൻ്റെ പൊന്നു മക്കളെ, ഇതുപോലൊരു പടം കാണാൻ വേണ്ടിയിട്ടുണ്ടല്ല നോക്കിയിരിക്കണായിരുന്നു. PS1 2 കണ്ടിട്ട് രോമാഞ്ചം അടിച്ചവരൊക്കെ ഉണ്ടല്ല, ഇതിനകത്ത് ചിലപ്പോൾ രോമാഞ്ചമില്ല, നിങ്ങൾ പറന്ന് വേറെ എവിടെയെങ്കിലും പോകും. അമ്മാതിരി സാധനമാണ് വിക്രം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഷുവർ ഷോട്ട് നാഷണൽ അവാർഡ് പരിഹരിക്കേണ്ട ഒരു റോളാണ്. അമ്മാതിരി സാധനം. ആ ലെവല് ഒരു അഭിനയമാണ് വിക്രം അഭിനയിച്ചിട്ടല്ല, വിക്രം ഈ ഇതിലേക്ക് പരകായ പ്രവേശം നടത്തിയിരിക്കുന്നതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പരകായ പ്രവേശം. ഇത് ഒരു ആക്ടറിന് ഇതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫിസിക്കലി മെന്റലി ആള് ഈ ഒരു ക്യാരക്ടറായി മാറി. താങ്കളെന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ വിക്രത്തിന് ഒരിടത്തും കണ്ടില്ല. ഞാൻ കണ്ടത് ആ താങ്കളെന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അത് കൂടാണ്ട് അത് മാത്രമല്ല, പുള്ളി വേറെ 2 ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പല പല ലുക്കിൽ വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഇതിനു മുന്നേ വിക്രം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വേറെ സീനാക്കി കളഞ്ഞു. PA രഞ്ജിത്ത് മാൻ, എന്താണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്? പക്ഷെ എനിക്ക് കുറച്ച് പേര് എടുത്തു പറയാൻ പറ്റുള്ളൂ. PA രഞ്ജിത്തിന്റെ പേര് കൂടാതെ അടുത്ത കുറച്ച് സാധനങ്ങൾ എനിക്ക് പറയാനുണ്ട്. മാളവിക മോഹനൻ, എൻ്റെ പൊന്നോ, എന്താണ്, ഞാൻ ആദ്യമായിട്ടാണ് മാളവികനെ ഇങ്ങനത്തെ ഒരു റോളിൽ കാണുന്നത്. വേറെ ലെവൽ പെർഫോമൻസ്. ഈ വിക്രത്തിന്റെ എനർജിയാന്ന് തോന്നുന്നുണ്ട് ബാക്കിയുള്ളവരിലേക്കൊക്കെ എത്തിയേക്കണത്. പൊതുവേ മിക്ക സിനിമകളിലും അടുത്ത് കണ്ടതിലൊക്കെ പശുപതി കുറച്ച് ഓവർ ആക്ട് ചെയ്താണ് ഞാൻ കണ്ടിരിക്കുന്നത്. പൊതുവേ പണ്ടൊക്കെ പുള്ളി കിട്ടില്ല റോൾ ചെയ്യാതെ, പിന്നെ അത്രയും നല്ല റോളുകൾ പുള്ളി കിട്ടാതെ പോയിട്ടുണ്ട്. ഇതിനകത്ത് പുള്ളി വേറെ സീൻ. പിന്നെ ഡാനിയൽ കാൽറ്റഗിറോ എന്ന് പറഞ്ഞ ഒരു പുറംരാജ്യത്തു നിന്നുള്ളൊരു നടനുണ്ട്. എൻ്റെ പൊന്നു, പുള്ളി അടിപൊളിയാണ്. പിന്നെ പാർവതി, പുള്ളിക്കാരി ഒരു മലയാള ആക്ട്രസ് ആണെന്ന് പറയത്തില്ല. ആ രീതിയിലാണ് ഇതിനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളിക്കാരി ഇപ്പോൾ ഒരു ചെന്നൈ അല്ലെങ്കിൽ വട ചെന്നൈ പഴയ രീതിയിലുള്ള അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലുള്ള ആ ഒരു ക്യാരക്ടറാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ പുള്ളിക്കാരി ഒരു മലയാളം ആക്ട്രസ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പാർവതിയുടെ ഗംഗമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പുള്ളിക്കാരി അതിനകത്ത് ജീവിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നണം ഈ ഒരു ഓറ ഉണ്ടല്ലോ വിക്രമിന്റെ, ഈ അപാര ഓറ, ഒരു മഹാനടൻ ചുറ്റും ഇരുന്ന് പെർഫോം ചെയ്യണ കാണുമ്പോൾ ബാക്കി എല്ലാവരിലേക്കും ആ ഒരു ഓറ കയറി വരും എന്ന് പറയില്ല. ആ ഒരു പരമായ പ്രവേശം എല്ലാവരും നടന്നിട്ടുണ്ട്. എന്തൊരു പടോടെ എടുത്തു വെച്ചിരിക്കണം. ഇന്റർനാഷണൽ ലെവൽ സാധനം. അപ്പോക്കലിപ്റ്റൊക്കെ പോലത്തെ ഒരു സാധനം എടുത്തു വെച്ചിരിക്കുന്നവര്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോക്കലിപ്റ്റോ അത്ര ബഡ്ജറ്റിൽ അങ്ങനെ ചെയ്തിരിക്കുന്നു. ഇതിന്റെ ബഡ്ജറ്റ് എന്താന്ന് കൂടെ ഞാൻ നോക്കട്ടെ കേട്ടോ. 100-150 കോടി രൂപ ബഡ്ജറ്റാണ് ഇത് ചെയ്തു വെച്ചേക്കണം കാണൂടി. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ദ സ്റ്റാർ ഓഫ് ദിസ് മൂവി, അൺഡൗട്ടഡ്ലി ഇൻ മൈ ഒപ്പീനിയൻ, ദ എഡിറ്റർ ആൻഡ് മ്യൂസിക് ഡയറക്ടർ GV പ്രകാശ് കുമാർ. ഇത്രയും യങ് ആയിട്ടുള്ള മനുഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എയർ റഹ്മാന്റെ ബന്ധു കൂടിയാണ് ആള്. എൻ്റെ ദൈവം, എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? പോയി വേറെ സീൻ. കരിയർ ബെസ്റ്റ് ആണെന്നുകൊണ്ട് പുള്ളിയുടെ ആ മാതിരി കിടില സ്കോറൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ എഡിറ്റഡ് ബൈ സെൽവ RK. നിങ്ങളൊന്ന് കണ്ടാൽ ഞാൻ തൊഴ. അതാണ് സാധനം. എന്ത് എഡിറ്റിംഗ് ആണോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് സർ? ഞാൻ സാറിന് വിളിക്കും. കാരണം എന്ത് എഡിറ്റിംഗ് ആണ് സാർ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? ഇതിനകത്ത് ഒരു സാധനമുണ്ട്, പല കാലഘട്ടം ഇങ്ങനെ മിന്നി ഓരോ ഇടി വെട്ടും ഓരോ ബീറ്റിനനുസരിച്ച് ഇങ്ങനെ മാറിക്കളിക്കണത്. എൻ്റെ പൊന്നു, എന്ത് സാധനം അറിയാമോ അത്? ആസ് എ ഫിലിം ലവർ ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി കണ്ടിട്ട്. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് ഞാൻ കുറെ പേര് എൻ്റെ അടുത്ത് അഭിപ്രായം, ഞാൻ പറഞ്ഞു എൻ്റെ കിളി മാറിയിരിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ ലിറ്ററലി കിളി മാറിച്ചു കളഞ്ഞു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഒരു പൊടിക്ക് കുറച്ച് ഒരു ഇഴച്ചിൽ പോർഷൻ വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ വേറെ ലെവലിൽ പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ പടത്തിനെ ഇവർ ഇഴച്ച് ഒരു കോലമാക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് വന്നിട്ട് വിക്രം വന്നിട്ട് എൻ്റെ മുഖത്തിട്ട് പട എന്താ നിനക്ക് ഇതല്ലടാ വേണ്ടത് എന്നുള്ള രീതിയിലായി പോയി. സിനിമയിലൂടെ വിക്രം എന്നുള്ള നടൻ ആ ക്യാരക്ടറിലൂടെ, തങ്കളൻ എന്നുള്ള ക്യാരക്ടറിലൂടെ എൻ്റെ മുഖത്ത് വന്ന് അടിച്ചിട്ട് എന്നെ കാണിച്ചു തന്നത്. ഇതാണ് പടം, ഇതാണ് ഞാൻ ചെയ്തു വെച്ചേക്കണത്, മിണ്ടാതെ കണ്ടിട്ട് ബുക്ക് പോകുന്നത്. അമ്മാതിരി സാധനം.
ആ ആ ലെവലാണ് ഈ പടം. ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ സിനിമയുടെ പോസ്റ്റർ മാത്രം വിക്രം എന്നുള്ള ഒരൊറ്റ പേര് കണ്ടിട്ടും PA രഞ്ജിത്ത് എന്നുള്ള പേര് കണ്ടിട്ടാണ് ഞാൻ പോയത്. PA രഞ്ജിത്തിന് ഇതിന് മുന്നേയുള്ള സിനിമകളിൽ എനിക്ക് ഒരു പരിധി വിട്ട് വർക്കാതെ പോയ ഒരേ ഒരു പടം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കബാലി മാത്രമായിരിക്കും. പിന്നെ കബാലിയേക്കാളും എനിക്ക് തീരെ വർക്കാതെ പോയത് കാലയാണ്. സർപ്പട്ട പരമ്പര ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു. അട്ടകത്തി കിടിലം പടം, മദ്രാസ് കിടിലം പടം. എന്താണോ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീഡിയോ ഒന്നും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. തമിഴ് സിനിമ നമ്മുടെ അതെങ്ങനെ ഞാൻ പറയണമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ആലോചിക്കണം. അതായത് നമ്മുടെ എൻ്റെ ഒരു ഫേവറേറ്റ് ഡയറക്ടറാണ് കാർത്തിക് സുബ്ബരാജ്. പുള്ളി സിനിമ എടുക്കുന്ന പോലെ തമിഴ് സിനിമയിൽ വേറെ ആരും സിനിമ എടുക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട്, കുറച്ച് പേരും കൂടി ഉണ്ട്. പക്ഷെ അവരൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ലെവൽ സാധനം. അതായത് ചറപറ പടം എടുക്കുന്നതിന് വരെ കുറച്ച് പടം എടുക്കുള്ളൂ ഇവരൊക്കെ. അതിങ്ങനെ നമ്മുടെ മനസ്സിലും നെഞ്ചിലും അങ്ങോട്ട് കൊള്ളിക്കും. അങ്ങനെ ഒരു സാധനവും അമ്മാതിരി ഡെഡിക്കേറ്റഡ് പെർഫോമൻസും. ചിയാൻ, മൈ വിക്രം, മൈ ബ്രദർ, വാട്ട് ഹാവ് യു ഡൺ മാൻ? നിങ്ങളിങ്ങനെ അമ്പരിപ്പിക്കുകയാണ്. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് നിങ്ങളൊരു വലിയ അഭിമാനമാണ്. നിങ്ങളുടെ വൈഫ് ഒരു മലയാളിയാണ്. നിങ്ങളെ എന്നും മലയാളം ഓഡിയൻസ്, മലയാളിയായിട്ട് കണ്ടിട്ടുള്ളൂ നിങ്ങൾ. കാരണം ഒരു തമിഴ് ആക്ടർ എന്നുള്ള രീതിയിലല്ല നിങ്ങളെ കാണുന്നത്. നിങ്ങൾ അത് ഓരോ തവണ കേരളത്തിൽ വരുമ്പോഴും ആൾക്കാരുടെ ഒരു സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഡേ എനിക്ക് നിങ്ങളുടെ പേര് മാത്രം മതി ഒരു സിനിമ കാണാൻ പോകാനായിട്ട്, വേറെ ഒന്നും വേണ്ട. അതിന് നിങ്ങൾ എനിക്ക് തരും. സിനിമ മോശമായാലും വിക്രം എന്നുള്ള നടൻ മോശമാവില്ല. അതാണ് നിങ്ങളുടെ ഒരു ഗ്യാരണ്ടി. അതാണ് എന്നെ പോലെയുള്ള സിനിമ ലവേഴ്സിന് വിക്രം എന്നുള്ള മനുഷ്യൻ, കെന്നി എന്നുള്ള മനുഷ്യൻ ഞങ്ങൾക്ക് തരുന്നത്. എന്ത് പെർഫോമൻസ് ആണ് ബ്രോ! നിങ്ങളൊന്ന് കണ്ടേ കെട്ടിപ്പിടിച്ച് നോക്കും. കാരണം അത്രയും കിഡിലൻ പെർഫോമൻസ്. നിങ്ങളെ നേരിട്ട് കാണാൻ ഒരു തവണ അവസരം ഉണ്ടായിട്ടുണ്ട് അമലാപ്പോളുടെ ആദ്യത്തെ മാരേജിന്. പക്ഷെ അന്ന് എനിക്ക് അടുത്ത് കാണാൻ പറ്റിയില്ല. അന്ന് അന്യൻ അഭിനയിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ടൈമാണ്. പക്ഷെ അന്ന് ഞാൻ പറയണേണ്, ഹൗ ഫാർ വുഡ് യു ഗോ മാൻ ഫോർ എ മൂവി? വാട്ട് എ ബ്യൂട്ടിഫുൾ ആക്ടർ യു ആർ. എനിക്ക് എന്തെങ്കിലും നിങ്ങളെ കാണാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കണേ, ഞാൻ കെട്ടുപിടിച്ച് നിങ്ങൾ നോക്കും. കാരണം ദ ജെം ഓഫ് എ പേഴ്സൺ യു ആർ, ആൾക്കാരുള്ള ബിഹേവിയർ, ദ ലെവൽ ഓഫ് പെർഫോമൻസ് ദാറ്റ് യു ഡു. മാൻ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. ഒരു രക്ഷയില്ല. ഇത്ര നാളായെന്ന് പറയുമ്പോൾ മനുഷ്യ നിങ്ങളുടെ ഇങ്ങനൊരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നേച്ചത്. നിങ്ങളുടെ ഗ്രാഫ് ഉയർന്ന് കാണാൻ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ തവണയും നിങ്ങളുടെ സിനിമ ഇറങ്ങുന്ന ദിവസം തന്നെ പോയി കാണും. അപ്പോഴൊക്കെ ആലോചിക്കും, അന്യൻ പോലത്തെ ആ ലെവല് ഒരു സാധനം, ആൾക്കാരെ പിടിച്ച് കുലുക്കുന്ന ഒരു സാധനം, അങ്ങനത്തെ ഒരു ടൈപ്പ് റോള് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന്. എല്ലാ സിനിമയിലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചെയ്യുന്ന റോൾ അടിപൊളിയായിരിക്കും. പക്ഷെ ആ സിനിമ നിങ്ങൾക്കൊത്ത് ഉയർത്തി വരാറില്ല. നിങ്ങൾക്ക് ചെയ്യാൻ എന്നുള്ള വിക്രം എന്നുള്ള കെന്നഡി എന്നുള്ള നടൻ്റെ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ച് സിനിമ ചിലപ്പോൾ എത്താറില്ല. പക്ഷെ ഈ സിനിമ എത്തി. നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ടും ചുറ്റുമുള്ളവരുടെ എല്ലാം കൊണ്ട് ഈ സിനിമ ആ ലെവലിലെത്തി. കിടിലം പടം, കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. ഒരു സാധാരണ ഓഡിയൻസിന് എത്രത്തോളം ഈ സിനിമ കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. മാസ് മസാല സിനിമ നോക്കി വരുന്ന ആൾക്കാർക്ക് ഈ സിനിമ എത്രത്തോളം കണക്ട് ആവുമെന്ന് അറിയില്ല. പക്ഷേ ഐ അഷ്വർ യു, നിങ്ങൾ ഈ കാണുന്ന ഓഡിയൻസ് നിങ്ങൾ നോക്കിക്കോ, ഈ സിനിമ ഇന്ത്യ എമ്പാടും ചർച്ച ചെയ്യപ്പെടും. പുറം രാജ്യത്തുള്ള സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത് കണ്ട് ചിയാൻ എന്നുള്ള നടൻ്റെ പെർഫോമൻസ്, കെന്നി നിങ്ങൾ എന്ത് പേരിൽ വിളിക്കട്ടെ, വിക്രം എന്നോ എന്തില്ല, നിങ്ങൾ ആരാണ് എന്താണെന്നുള്ളത് ആൾക്കാർ സംസാരിക്കും. നിങ്ങളുടെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കും. ഈ സിനിമ കൊണ്ടാടും. സിനിമ ലവേഴ്സായിട്ടുള്ള ആക്ടിങ്, ക്വാളിറ്റി ആക്ടിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെപ്പറ്റി സംസാരിക്കും. അതെനിക്ക് ഉറപ്പാണ്. ഇതെത്ര ബിസിനസ് കളക്ട് അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതാണടാ പടം എന്ന് പറഞ്ഞാൽ ഇതാണ്. കാർത്തിക് സുബ്ബരാജ് പടം എന്നൊക്കെ പറയണ പോലെ ഇതാണ് രഞ്ജിത്ത് പടം. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ഇതിൽ ഒരു ഭയങ്കര
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സാധനമുണ്ട്. ദിസ് ഇസ് ബേസ്ഡ് ഓഫ് റിയൽ ലൈഫ് സാധനങ്ങൾ. അതിൽ കോലാർ ഗോൾഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോലാർ ഗോൾഡ് ഫീൽഡ് KGF. ആ KGFന്റെ ഐശ്വര്യമാണെന്നറിയില്ല, ഈ KGFനെ ബേസ് ചെയ്ത് എന്ത് സിനിമ വന്നാലും അത് വേറെ ലെവൽ സീനിലേക്ക് എത്തിക്കും എന്നുള്ളത്. എൻ്റെ പൊന്നോ. അതുമാത്രമല്ല, ഗോൾഡിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ വന്നാലും, മലയാളത്തിലൊരു ഗോൾഡ് വന്നായിരുന്നു, അതല്ല, അല്ലാത്ത സാധനങ്ങളൊക്കെ വേറെ സീനിലാണ് വരാറുള്ളത്. ഇതിൻ്റെ ഈ സ്റ്റോറിയുടെ ഒരു ബേസ് തന്നെ ആയാലും പല സംഭവങ്ങളും, എൻ്റെ പൊന്നോ, ഹാറ്റ്സ് ഓഫ്. പോയി സിനിമ ആണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. ഇന്ന് വേറെ ഒരുപാട് പടം എനിക്ക് ഇനി കാണാനുണ്ട്. ഈ പടത്തെ പറ്റി ഇത്രയും മതി എനിക്ക് പറഞ്ഞാൽ മതി. ഇത്രയും മതി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഓൾറെഡി സിനിമ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് അനാവശ്യം പറഞ്ഞുകൊണ്ട് വരണമാരൊക്കെ ഞാൻ തൂക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ദിസ് മൂവി ഇസ് വൺ ഓഫ് എ കൈൻഡ്. ഇതിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് കമൻറ്റ് ബോക്സിൽ വന്ന് വെട്ടുകിളികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കാണൂല, ഉറപ്പിച്ചോ. ഞാൻ തുടച്ചു മാറ്റും. അതിൻ്റെ ഓപ്ഷൻ എനിക്ക് യൂട്യൂബ് തന്നിട്ടുണ്ട്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കിടിലം പടമാണ്. ജെന്യുവിനായിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടോ. സിനിമ കണ്ടവരാണെങ്കിൽ ക്രിറ്റിസിസം ആവാം, പക്ഷേ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഈ മനുഷ്യനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അതാ എനിക്ക് പറയാനുള്ളൂ. അത് കിടിലം പടമാണ്. അത്ര കിടിലം പെർഫോമൻസ്. താങ്ക് യു സോ മച്ച് വിക്രം ഫോർ എക്സിസ്റ്റിംഗ് ആൻഡ് മേക്കിംഗ് മൈ ഫിലിം enthusiasm at a peak level. അത്രേ ഉള്ളൂ. ബൈ ബൈ.